ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റു, താൻ തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നൽകപ്പെട്ട വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ സാധാരണ വിചാരിച്ചത് യാക്കോബ് ഒരു വടിയുമായിട്ട് മാത്രമാണോ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഓടി ലാബാൻ്റെ ഭവനത്തിലേക്ക്, അമ്മാവൻ്റെ വീട്ടിലേക്ക് പോയതെന്ന്. അങ്ങനെയാണ് യാക്കോബ് ഒരു ദിവസം ദൈവത്തോട് യാബോക്ക് നദിയുടെ തീരത്ത് വെച്ച് പറഞ്ഞത്. അങ്ങനെയാണ്, ഞാനൊരു വടിയുമായിട്ട് മാത്രമാണല്ലോ വന്നത്. എന്നാൽ ഇവിടെ നമ്മൾ വന്ന് വായിച്ചതായ വേദഭാഗത്തിൽ യാക്കോബിൻ്റെ കയ്യിൽ വടി മാത്രമല്ല ഉണ്ടായിരുന്നത്, തൻ്റെ കയ്യിൽ എണ്ണയുണ്ടായിരുന്നു. സ്തോത്രം. എന്താണ് ഈ എണ്ണ? ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മെ ധരിപ്പിക്കുവാൻ, മനസ്സിലാക്കുവാൻ, നമ്മെ ചിന്തിപ്പിക്കുവാൻ, നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി തരുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ് ഈ എണ്ണ എന്ന വിഷയമാണ്. അന്നത്തെ കാലത്ത് മരുഭൂമിയിൽ കൂടെയും കുറ്റിക്കാടുകളിൽ കൂടെയും കാട്ടുപ്രദേശങ്ങളിൽ കൂടെയും ഒക്കെയുള്ള രാത്രി യാത്രയിൽ മനുഷ്യർ എണ്ണ കയ്യിൽ കരുതും. എന്തെണ്ണയാണെന്നറിയാം? ഇഴജാതികളിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും ഒക്കെയുള്ളതായ പരിരക്ഷ ലഭിക്കുവാൻ അവരുടെ കയ്യിൽ എപ്പോഴും എണ്ണ കരുതും. അവരുണ്ടാക്കിയെടുക്കുന്ന എണ്ണയാണ്. നമുക്കറിയാം, ആദിവാസികളുടെ ഒക്കെ ഇടയിൽ വളരെ പ്രായോഗികമായിട്ടുള്ള ചില എണ്ണകളുണ്ട്. കാട്ടിലൊക്കെ അവർ പോകുമ്പോൾ വന്യമൃഗങ്ങളിൽ നിന്നും ഇഴജാതികളിൽ നിന്നും അല്ലെങ്കിൽ ചില പ്രത്യേക പ്രാണികളിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാൻ അവരാ എണ്ണ ശരീരത്ത് പുരട്ടും. അതിൻ്റെ മണമേറ്റ് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട ജാതികളൊന്നും അവരോട് അടുക്കുകയില്ല. അവർ താമസിക്കുന്ന വീടിന് ചുറ്റും ആ എണ്ണയുടെ ഒരു മണം കാണും. അത് പല ചെടികളിൽ നിന്നും ചില വൃക്ഷങ്ങളുടെ ചില അനുഭവങ്ങളിൽ നിന്നൊക്കെ, തൊലികളിൽ നിന്നുമൊക്കെ അത് സംസ്കരിച്ചെടുക്കുന്നതായ ഒരു എണ്ണയാണ്. ഇവിടെ ഇതാ യാക്കോബ് അങ്ങനെ കരുതിയതായ ഒരു എണ്ണ, അവൻ ചെയ്തതായ വാഗ്ദാനത്തിന്മേൽ ഉറപ്പുള്ളതായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിശ്ചയദാർഢ്യമുള്ളതായ, അബദ്ധവശാൽ പറഞ്ഞ കാര്യങ്ങളല്ല, അല്ലെങ്കിൽ സൗകര്യമുണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞതായ കാര്യമല്ല. കർത്താവേ, ഞാൻ പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും ഞാൻ ചെയ്യും എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പ് വരുത്തുവാൻ ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം അതിന് വേറൊരു പരിരക്ഷയും യാക്കോബ് അവിടെ കൊടുക്കുകയാണ്. യാക്കോബ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പല കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ തലയണയായി നിർത്തുന്നതായ കല്ല് നിനക്ക് ആലയമാകും, നിനക്ക് യാഗപീഠമാകും, നിനക്ക് ദൈവത്തിന് ആരാധിക്കുവാനുള്ളതായ ഒരു വാസസ്ഥലമാകും എന്നൊക്കെ പലതും പറഞ്ഞതിന് ശേഷം ആ കാട്ടുകല്ല് യാക്കോബ് അവിടെ നാട്ടുമ്പോൾ അത് തൂണായി നിർത്തി അതിനുശേഷം എണ്ണ പൂശുമ്പോൾ അതിന്മേൽ ഒരു ഉദ്ദേശമുണ്ട്. അത് സഫലീകരിക്കുന്നിടം വരെയും ശത്രു അതിന്മേൽ പ്രവർത്തിക്കുവാൻ പാടില്ല. ഇഴജാതി, വന്യമൃഗം എന്നൊക്കെ പറയുന്നത് എതിരായി പ്രവർത്തിക്കുന്ന ശക്തികളെയാണ് കാണിക്കുന്നത്. ഇങ്ങനെയുള്ളതായ യാതൊരു ശത്രുവിൻ്റെയും ഉപദ്രവം താൻ കാട്ടിൽ തൂണായി നിർത്തിയ കല്ലിന്മേൽ ഉണ്ടാകാൻ പാടില്ല. വന്യമൃഗങ്ങൾ ഈ കല്ലിനോട് അടുക്കുമ്പോൾ ആ കല്ല് തട്ടിക്കളയാതിരിക്കത്തക്കവണ്ണം, അതിൻ്റെ സ്ഥാനം തെറ്റാതിരിക്കത്തക്കവണ്ണം അതിനോട് അടുക്കാതിരിക്കേണ്ടതിന് അതിന്മേൽ ഈ ഗന്ധമുള്ള മണമുള്ളതായ എണ്ണ യാക്കോബ് അതിന്മേൽ പുരട്ടിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത് സഫലീകരിക്കുന്നിടത്ത് ദൈവത്തോട് എന്ത് പറഞ്ഞോ അത് ചെയ്യുന്നിടം വരെയുള്ളതായ, അല്ലെങ്കിൽ തനിക്ക് പ്രാപ്തിയായി അത് നിർവഹിക്കുന്നിടം വരെയുള്ളതായ ഒരു ഗ്യാപ്പുണ്ട്. അത് വളരെ ക്രൂഷ്യൽ ഗ്യാപ്പാണ്. ഇവിടെയാണ് മനുഷ്യൻ പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ അപ്രാപ്തരായി പോകുന്നത്. വാഗ്ദാനങ്ങൾ ദൈവത്തോട് ചെയ്യും. നാം ദൈവത്തോട് പല കാര്യങ്ങൾ ഇന്നത് ചെയ്യാം, ചെയ്തിട്ടല്ല ചെയ്യാം എന്ന് പറയുമ്പോൾ ആ ചെയ്യാമെന്നൊരു വിഷയത്തിന് ഇൻഷുറൻസ് ഇല്ല. ഒത്താൽ ചെയ്യുമെന്നേ ഉള്ളൂ. അങ്ങനെ ദൈവത്തോട് പലതും നമ്മൾ മനുഷ്യരോടും ദൈവത്തോടും ചെയ്യാമെന്ന് പറഞ്ഞ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയാതെ നാം അശക്തരായി തീർന്നിട്ടുണ്ട്. കാരണം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ കണ്ട സാഹചര്യമല്ല
പിന്നീട് ഉണ്ടായത്. സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വന്നു, ആരോഗ്യത്തിന് വ്യത്യാസം വന്നു, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, പല അറ്റ്മോസ്ഫിയർ വ്യത്യാസമുണ്ടായി, കാലാവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ടായി, എന്നിങ്ങനെ വേണ്ട പല തടസ്സങ്ങൾ നേരിട്ടു. അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞ പല കാര്യങ്ങളും നിർവഹിക്കുവാൻ കഴിയാതെ വന്നു. എന്നാൽ ചില കോൺട്രാക്റ്റുകളൊക്കെ ഉണ്ട്. ആ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുമ്പോൾ ആ സമയത്ത് ആ കോൺട്രാക്റ്റ് ചെയ്തില്ലെങ്കിൽ ഇന്ന ശിക്ഷ ഉണ്ടാകും, അല്ലെങ്കിൽ ഇന്ന അതിന് മറുപടിയായിട്ട് ബദലായിട്ട് ചെയ്യേണ്ടി വരും എന്നൊക്കെ ഉള്ളതായ ഒരു എഗ്രിമെൻ്റ് വെച്ചിട്ട് ആ എഗ്രിമെൻറ്റിന്മേൽ ഒരു ഇൻഷുറൻസ് പാസ്സാക്കും. അത് ചില ഇൻഷുറൻസ് കമ്പനിക്കാർ ഏറ്റെടുക്കും. ഒരു വലിയൊരു കോൺട്രാക്റ്റ് ഇൻഷുർ ചെയ്യാം. ഏതെങ്കിലും രീതിയിൽ അതിന് തടസ്സം നേരിട്ടാൽ ആ ഇൻഷുറൻസ് കമ്പനി അത് ഏറ്റെടുത്ത് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ തന്നെ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോട് ചെയ്യുന്നതായ ചില വാഗ്ദാനങ്ങൾ, ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് നിനക്ക് ആലയമാകും, നിനക്ക് വാസസ്ഥലമാകും, നിന്റെ ആരാധന സ്ഥലമാകും എന്നൊക്കെ യാക്കോബ് പറയുമ്പോൾ എത്രയോ കാലം അതിനുള്ളതായ അനേക സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സുകൾ കണ്ടെത്തി താൻ തിരികെ വരുന്നവരെയും കല്ല് ആ സ്ഥാനത്ത് നിന്ന് മാറാൻ പാടില്ല. കാരണം യാക്കോബ് പറയുന്ന ഒരു വാചകം, ഇത് നിന്റെ ആലയത്തിൻ്റെ വാതിൽ, സ്വർഗത്തിൻ്റെ വാതിൽ, വാതിലിൻ്റെ ലക്ഷ്യം മാറാൻ പാടില്ല. എവിടെ കുറിക്കപ്പെട്ടോ എവിടെ നാട്ടപ്പെട്ടോ അവൻ തിരിച്ചു വരുമ്പോൾ ഒരുപക്ഷെങ്കിൽ വന്യമൃഗങ്ങളോ മറ്റ് ജാതികളോ ഒക്കെ ആരെങ്കിലും ഒക്കെ തട്ടിക്കളയാം. എന്നാൽ അതിന്മേൽ ഒഴിക്കപ്പെട്ടിരിക്കുന്ന എണ്ണയുടെ ഗന്ധം ഒരു ശത്രുവിനും അടുക്കുവാൻ കഴിയാതെ അതിനൊരു പരിരക്ഷ, ഒരു ഇൻഷുറൻസ് കൊടുക്കുക. ദൈവത്തോട് ചെയ്തതായ വാഗ്ദാനങ്ങൾക്ക് ഉറപ്പ്. ദൈവം മനുഷ്യന് വാഗ്ദത്തം കൊടുക്കുന്നു, എന്നാൽ മനുഷ്യൻ ദൈവത്തോട് വാഗ്ദാനങ്ങൾ ചെയ്യുന്നു. വാഗ്ദത്തത്തിന് ഉറപ്പുണ്ട്, അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ അത് ദൈവം കൽപ്പിച്ചിരിക്കുന്നതായ വിഷയങ്ങളാണ്. നാം അവകാശം പറഞ്ഞത് പ്രാപിച്ചാൽ മതി. എന്നാൽ മനുഷ്യൻ ദൈവത്തോട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു മനുഷ്യനോട് ചെയ്തതായ ഉടമ്പടിയൊക്കെ വാഗ്ദാനങ്ങളാണ്. ചിലപ്പോൾ സാഹചര്യങ്ങൾ വന്നത് മുടങ്ങിയേക്കാം. എന്നാൽ മുടങ്ങാതിരിക്കാൻ വേണ്ടി, അതിന് തടസ്സം വരാതിരിക്കാൻ വേണ്ടി ഇവിടെ ഇതാ യാക്കോബ് അതിന്മേൽ എണ്ണയൊഴിച്ചു. അവൻ അതികാലത്ത് എഴുന്നേറ്റു. രാത്രിയുടെ യാമങ്ങളിൽ ദൈവവുമായിട്ട് സംസാരിച്ച കാര്യങ്ങളുടെ ഉറപ്പിനായിട്ട് തലയണയായി വെച്ചതായ കല്ല് അവൻ അവിടെ നാട്ടി, അത് തൂണായിട്ട് നിർത്തി, സ്തംഭമായി നിർത്തി, അതിന്മേൽ എണ്ണയൊഴിച്ചു. അവൻ ആ എണ്ണ കരുതിയിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഭക്തന്മാർ ഒരു യാത്ര പോകുമ്പോൾ അവരുടെ കൂടെ കരുതുന്നതായ എണ്ണ, അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ആത്മീകമായ ഒരു മണ്ഡലത്തിലേക്ക് നമ്മെ കൊണ്ടുവന്ന് പഠിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മരുഭൂമി യാത്രയിൽ ദൈവത്തോട് ചെയ്യുന്നതായ വാഗ്ദാനങ്ങൾ, കർത്താവെ ഇന്ന രീതിയിൽ എനിക്ക് ചെയ്താൽ ഞാൻ ഇന്നത് ചെയ്യാം, എന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞതായ കാര്യങ്ങൾ പലതും ചെയ്യാൻ കഴിയാതെ പോകുമ്പോൾ ആ കഴിയാതെ വരുന്നതായ ആ സമയത്തിന്, അല്ലെങ്കിൽ ശത്രു നമ്മളുടെ മേൽ ദൈവത്തോട് ചെയ്യുന്നതായ വാഗ്ദാനങ്ങളെ നിവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പ്രവൃത്തി മണ്ഡലങ്ങളെ തോൽപ്പിക്കുവാൻ, അതിൽ നിന്നും സംരക്ഷണം നൽകുവാൻ ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് എന്നുള്ളതായ ഒരു എണ്ണ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പകൽക്കാലം നമ്മെ പരിചയപ്പെടുത്തുകയാണ്. നാം അഭിഷേകം ചെയ്യുന്നതായ അഭിഷേകങ്ങളുണ്ട്, ദൈവം തരുന്നതായ അഭിഷേകമുണ്ട്. എന്നാൽ നാം നമ്മുടെ കയ്യിൽ കരുതുന്നതായ ചില അഭിഷേകങ്ങളുണ്ട്, ചില എണ്ണയുണ്ട്. അത് നമുക്ക് ശത്രുവിൽ നിന്ന് വിടുതൽ തരുന്നു, ഇഴജാതികളിൽ നിന്ന് വിടുതൽ തരുന്നു, വിഷപ്പാമ്പുകളിൽ നിന്ന് വിടുതൽ തരുന്നു, വന്യമൃഗങ്ങളിൽ നിന്ന് വിടുതൽ തരുന്നു. എന്നാൽ വാഗ്ദാനങ്ങളിന്മേൽ പരിരക്ഷയായി സൂക്ഷിപ്പായി ആ എണ്ണ പകരപ്പെടുന്നു. ദൈവത്തിന് മഹത്വം. ആത്മീകമായിട്ടുള്ളതായ ഒരു വീക്ഷണം ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. എത്രയോ പ്രാവശ്യം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് പറഞ്ഞു, ചെയ്യാൻ കഴിയാതെ പോയി. ദൈവം അതിനൊക്കെ ശിക്ഷിച്ചാലോ, ശിക്ഷ നമുക്ക് വേണ്ടി തന്നിരുന്നാലോ, ദൈവം അതെല്ലാം നമ്മോട് ക്ഷമിക്കുകയാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചെയ്യുന്നതായ വാഗ്ദാനങ്ങൾ ഒത്തെങ്കിൽ ചെയ്യാം എന്നുള്ളതായ ഉദാസീനതയോടെ അല്ല, ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ തന്നെ ചെയ്യുവാൻ നമുക്ക് പ്രാപ്തി ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെങ്കിൽ എന്താണെന്നറിയാമോ, അവിടെ അഭിഷേകത്തിന്മേൽ നാം ആശ്രയിക്കാതിരുന്നത് കൊണ്ട്, നമ്മുടെ കയ്യിൽ എണ്ണയില്ലാതിരുന്നത് കൊണ്ട്
അതിന്മേൽ പരിരക്ഷയായി സൂക്ഷിക്കപ്പെടുവാൻ, ആ കല്ലുകളെ തൂണാക്കി അവിടെ നിർത്തുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ശത്രുവിൽ നിന്ന് വിടിവിക്കപ്പെട്ട് വാഗ്ദാനത്തിന്മേലുള്ളതായ സൂക്ഷിപ്പ് കൽപ്പിക്കുവാൻ തക്കവണ്ണം നമ്മളെ കൊണ്ട് സാധിക്കാതെ പോയി എന്നുള്ളതാണ് സത്യം. അങ്ങനെ സാധിക്കാതെ പോകുമ്പോൾ ശത്രു അത് പെട്ടെന്ന് മനസ്സിലാകും. നാം നാട്ടിയതായ കല്ലുകൾ പലപ്പോഴും ശത്രു വന്ന് നോക്കും. നമ്മുടെ യാത്രയിൽ നമ്മൾ നാട്ടിയിട്ടുള്ള കല്ലുകളെ കുറിച്ച് ശത്രു ഒരു നോട്ടമുണ്ട്. അവനത് എണ്ണും. എത്ര കല്ലുകൾ നമ്മൾ നാട്ടിയിട്ടുണ്ട് യാത്രയിൽ? അനേക കല്ലുകളുണ്ട്. ഇന്നത് തൂണായി 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 നമ്മുടെ ജീവിതത്തിൽ പല തൂണുകൾ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുകയാണ്, നീ നാട്ടിയിട്ടുള്ള കല്ലുകളിന്മേൽ എണ്ണ ഒഴിച്ച് അഭിഷേകം ചെയ്തിട്ടുണ്ടോ? ഇല്ല എങ്കിൽ അത് ശത്രു സന്ദർശിക്കും. ശത്രു അതിന്മേൽ പോരാടും. ശത്രു ആ കല്ലുകളെ പിഴുതെറിയും. ശത്രു ആ കല്ലുകളുടെ സ്ഥാനം മാറ്റും. ശത്രു ആ കല്ലുകളുമായിട്ട് ബന്ധപ്പെട്ടതായ വിഷയങ്ങളിന്മേൽ ശത്രു പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് അതിന്മേൽ പരിരക്ഷയായ ഒരു ഇൻഷുറൻസായി നിനക്ക് ചുറ്റും വേലി കെട്ടി സൂക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ശത്രുവിനും വന്യമൃഗത്തിനും അതിനോട് അടുക്കുവാൻ കഴിയുകയില്ല. ആത്മീകമായി വിവക്ഷിക്കുവാൻ ധാരാളമുണ്ട്, സംസാരിക്കുവാൻ ധാരാളമുണ്ട്. എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് നേരിട്ട് നമ്മളെ ബന്ധപ്പെടുത്തി നമ്മളെ മനസ്സിലാക്കുകയാണ്. എന്താണെന്നറിയാമോ? നാം ദൈവത്തോട് പറയുന്ന കാര്യങ്ങളിന്മേൽ പരിരക്ഷ വേണം. ആ പരിരക്ഷ എവിടുന്നാണ് കിട്ടുന്നത്? നമ്മുടെ കയ്യിൽ നമ്മൾ കരുതണം. യാക്കോബ് കരുതുന്ന എണ്ണ, തൻ്റെ യാത്രയിൽ കരുതിയ എണ്ണ, ഭക്തന്മാർ കരുതുന്ന എണ്ണ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങളിന്മേൽ ഒഴിക്കപ്പെടുന്നതായ അഭിഷേകം, ദൈവം തരുന്നതായ അഭിഷേകങ്ങളുണ്ട്. കർത്താവ് തരുന്നതായ എണ്ണയുണ്ട്. അവൻ തന്നെ പുതിയ എണ്ണയാൽ എന്നെ അഭിഷേകം ചെയ്യുന്നു പറ. അങ്ങനെ എണ്ണകൾ ധാരാളമുണ്ട്. എന്നാൽ നമ്മുടെ യാത്രയിൽ നമ്മോടൊപ്പം കരുതുന്നതായ എണ്ണ ദൈവം തരുന്ന എണ്ണയിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മുടെ കയ്യിൽ നിന്നുള്ളതായ അഭിഷേകം, നമ്മുടെ കയ്യിൽ നിന്നുള്ളതായ പരിരക്ഷ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ചെയ്യാമെന്ന് കേൾക്കുന്നതായ കാര്യങ്ങളിന്മേൽ അങ്ങനെ പരിരക്ഷിക്കപ്പെടുന്നതായ ഒരു തീരുമാനങ്ങളും വാഗ്ദാനങ്ങളുമാണ് അതിനെ നിറവേറ്റുവാൻ ദൈവം നമുക്ക് പ്രാപ്തിയുള്ളവരാക്കി തീർക്കുന്നത്. ഒരു ഗോത്രമാക്കി നമ്മളെ മാറ്റും, ഒരു സമൂഹമാക്കി മാറ്റും. ഇന്ന് നീ ഏകനായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഇന്ന് നീ ഏകനായിട്ടാണ് നീ ആ എണ്ണ ഒഴിക്കുന്നത്. പക്ഷേ ഒരു ഗണമായി വന്ന് ആ എണ്ണ ഒഴിക്കപ്പെട്ടതിനെയൊക്കെ സഫലീകരിക്കുന്ന ഒരു ദിവസം നിന്റെ മുൻപിൽ ദൈവം ഉണ്ടാക്കി തരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നീ നാട്ടിയതായ കല്ലുകളെ ഒരു ശത്രുവിനും അത് എടുത്തു മാറ്റുവാൻ സാധിക്കുകയില്ല. കാരണം അതിമേൽ ഒഴിക്കപ്പെട്ടിരിക്കുന്ന എണ്ണ അതിന് പരിരക്ഷ നൽകുന്നു. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നീ അഭിഷേകം ചെയ്യാതെ പരിരക്ഷ കൽപ്പിക്കാതെ നാട്ടിയിട്ടുള്ളതായ വച്ചിട്ടുള്ളതായ തൂണുകളെ കുറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അഭിഷേകം ചെയ്യപ്പെടാതെ പരിരക്ഷയില്ലാതെ വൃഥാവായി സംസാരിച്ചിട്ടുള്ളതായ കാര്യങ്ങളിന്മേൽ ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവം നമുക്ക് അഭിഷേകം തരുന്നുള്ളത് സത്യമാണ്. എന്നാൽ നമ്മിൽ നിന്ന് അത് എന്ത് പരിരക്ഷയാണ് അതിന്മേൽ കൊടുത്തിട്ടുള്ളത്? ശത്രു അതിനെ ആക്രമിക്കത്തക്കതായ ഒരു സാഹചര്യത്തിലാണോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ചെയ്തിട്ടുള്ളത്, കുഴിച്ചു നാട്ടിയിട്ടുള്ളത്, നമ്മൾ ചെയ്തിട്ടുള്ളതായ തീരുമാനങ്ങൾ അങ്ങനെയുള്ളതാണോ? അങ്ങനെയെങ്കിൽ ശത്രുവിനാൽ നാം ആക്രമിക്കപ്പെടും. ദൈവത്തിന് മഹത്വം. അടുത്തിരിച്ചു വരുമ്പോൾ ആ കല്ലുകൾ അവിടെ ഉണ്ടായെന്നിരിക്കത്തില്ല. പക്ഷെങ്കിൽ ആ കല്ലുകൾ അവിടെ ഇല്ല എങ്കിലും ദൈവത്തോട് പറഞ്ഞ കാര്യം ദൈവം മറക്കത്തില്ല. ദൈവം അത് ഏറ്റെടുക്കും. സ്വർഗം ഏറ്റെടുക്കും. സ്വർഗം നമ്മളോട് ചോദിക്കും, നീ നാട്ടിയ കല്ലുകൾ എവിടെ? നീ കുഴിച്ച് നാട്ടിയ തൂണുകൾ എവിടെ? അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞത്, നിങ്ങൾ യോർദാൻ കടന്ന് അക്കരെ കടക്കുമ്പോൾ നിങ്ങൾ കല്ലുകൾ എടുത്ത് അവിടെ നാട്ടി അതിന്മേൽ കുമ്മായം തേക്കണം. കാരണം എന്താണെന്നറിയാം? കാണണം, ദൂരെ നിന്ന് ദർശിക്കണം. അതെപ്പോഴും ദർശിക്കത്തക്കതായ ഒരു നിറം അതിന് കൊടുക്കണം. കാട്ടുകല്ലാണ്, കാര്യം ശരിയാണ്, അതിന് ഷെയ്പ്പൊന്നുമില്ല. പക്ഷേ അതിന്മേൽ അത് നാട്ടി അതിന്മേൽ കുമ്മായം തേക്കുമ്പോൾ അതിന് വേറൊരു ലുക്ക്, അല്ലെങ്കിൽ വേറൊരു കാഴ്ചപ്പാട്, വേറൊരു ദർശനം അതിന് ലഭിക്കുന്നു. ഇവിടെ ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ യാത്രയിൽ കരുതുന്ന എണ്ണയെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. നമ്മുടെ വനാന്തര യാത്രയിൽ, മരുഭൂമി യാത്രയിൽ നമ്മോടൊപ്പം നമ്മൾ കരുതേണ്ടതായ ഒരു വസ്തുതയാണ് ഒരു വടിയും എണ്ണയും. വടി എന്തിന്? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. എണ്ണ എന്തിന്? നമ്മുടെ തീരുമാനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കയ്യിലുള്ളതായ വടി എപ്പോഴും നമ്മുടെ തീരുമാനങ്ങൾക്ക് രക്ഷ തരികയില്ല.
എന്നാൽ നമ്മുടെ കയ്യിൽ എണ്ണ ഉണ്ടെങ്കിൽ ആ എണ്ണ നമ്മുടെ തീരുമാനങ്ങളിൽ മേൽ രക്ഷ തരും. അത് വന്യമൃഗങ്ങളിൽ നിന്നും, ഇഴജാതികളിൽ നിന്നും, ശത്രുവിൽ നിന്നും, വിഷത്തിന്റെ വിഷപ്പാമ്പുകളിൽ നിന്നും, മറ്റേത് ആക്രമണങ്ങളിൽ നിന്നും നിന്നെ വിടിവിക്കുവാൻ, ഓർപ്പിക്കുവാൻ, നീ തിരികെ വരുന്നിടം വരെയും അതിൽ നിന്ന് വീശുന്നതായ ഒരു സുഗന്ധം നിനക്ക് അവിടെ കാണുവാൻ കഴിയും. ഗോഡ് ബ്ലെസ് യു.